വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്ന് കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ബീഹാറിൽ വോട്ടെടുപ്പ് അടുത്തിരിക്കെ കോടതിയുടെ നിർദ്ദേശം ഏറെ നിർണായകമാകുമെന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സജു, ഇതിപ്പോൾ ഹർജികളൊക്കെ കോടതിയുടെ പരിഗണനയിലുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നു? പ്രത്യേകിച്ച് SIR നടപടികളുമൊക്കെയായി മിക്ക സംസ്ഥാനങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടി കോടതി എന്ത് തീരുമാനിക്കും ഇക്കാര്യത്തിൽ എന്നുള്ളത് കൂടി നിർണായകമാണ്. തീർച്ചയായിട്ടും ജിൽസി, സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇപ്പോൾ നാല് പ്രാവശ്യമാണ് SIRമായി ബന്ധപ്പെട്ട ഹർജികൾ എടുത്തത്. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡമന്റായിട്ട് അല്ലെങ്കിൽ അവർ തീവ്രമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരുന്നത്. പ്രത്യേകിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പാക്കണം, അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ബീഹാറിൽ നടപ്പാക്കുന്നതിന് ശേഷം ചില മാറ്റങ്ങൾ വരുത്തി മറ്റു സംസ്ഥാനങ്ങൾ നടപ്പാക്കുമെന്നുള്ള നിലപാടാണ്. പക്ഷേ അതിനെയൊക്കെയും കോടതി വിമർശിച്ചത് പ്രത്യേകിച്ച് 11 രേഖകൾ അത് ഹാജരാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശമായിരുന്നു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് വെച്ചതെങ്കിൽ പിന്നീട് സുപ്രീം കോടതി ഇടപെടൽ മൂലമാണ് എന്തായാലും ഈ ആധാർ കാർഡും കൂടി പരിഗണിക്കണമെന്നുള്ള സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ബീഹാറിലടക്കം ആധാർ കാർഡ് പരിശോധിച്ചത്. കൃത്യമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ആരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്, ആരെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിന്മേൽ കൃത്യമായിട്ടുള്ള വിശദീകരണം ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. അത് നൽകണം, അത് കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ എഴുതി നൽകണം, സത്യവാങ്മൂലം നൽകണം എന്നുള്ള കാര്യം കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അറിയാം എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, അല്ലെങ്കിൽ എത്ര പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ബീഹാറിൽ എത്ര പേരെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്നറിയാം. ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ 2020 8 കോടിയിലധികം വരുന്ന വോട്ടർ പട്ടികയിൽ 60 ലക്ഷം പേരെയാണ് ഒഴിവാക്കിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്യവ്യാപക SIRന് വേണ്ടി കോടതി അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയുമായി മുൻപോട്ട് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിലാണ് നടപ്പാക്കാൻ പോകുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ അടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷത്തിൻ്റെയൊക്കെയും എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇനിയിപ്പോൾ കോടതിയുടെ തീരുമാനമെന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാൻ ഇനിയിപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റന്നാളാണ് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ്. അതിന് മുൻപാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഹർജി എടുത്തിരിക്കുന്നത്. അതിൽ എന്താണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലേക്കാണ് ഇന്നത്തെ വാദപ്രതിവാദങ്ങൾ നീങ്ങുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും SIRമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ചില വിശദീകരണങ്ങൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ കോടതിയിൽ വരാനിരിക്കുന്നത്.